കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളി, വെളുത്തു വെളുത്തു. സത്യം പറഞ്ഞ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ടാബ്ലറ്റ് ആണോ അല്ല ഇഞ്ചക്ഷൻ കുത്തുന്നതാണോ എന്ന് പോലും എനിക്ക് അറിയില്ല. പക്ഷെ കുറെ പേര് ചോദിക്കാറുണ്ട്. അഹാന കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ദിയ കൃഷ്ണ, എക്സെട്ര എക്സെട്ര. ആരൊക്കെ ആശുപത്രിയിൽ കിടന്നാലും ഒരു കുഴപ്പമില്ല, ആർക്കൊക്കെ രോഗം പിടിച്ച് ആശുപത്രിയിൽ കിടന്നാലും യാതൊരു കുഴപ്പവുമില്ല, ഞങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടിയാൽ മതി, ഞങ്ങളുടെ കീശ വീർത്താൽ മതി. ഈ ഒരു ചിന്താഗതി പൂർണ്ണമായിട്ടും മാറ്റേണ്ടിയിരിക്കുന്നു. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കല്യാണിയുടെ വിഷയമായാൽ പോലും പ്രോഡക്ട്സ് തന്ന ആൾക്കാരെ പറ്റിച്ചു എന്നുള്ളൊരു വിഷയമാണ് നിലവിൽ സോഷ്യൽ മീഡിയ മൊത്തം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേ ഒരു വിഷയം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അഹാന കൃഷ്ണ നാട്ടുകാരെ മൊത്തം കണ്ണടച്ച് പറ്റിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ഫാമിലി ഫുള്ള് ഒട്ടാകെ തുടക്കം തൊട്ട് നമ്മൾ എന്തോ പറയുന്ന പുള്ളിക്കാരൻ, അതായത് കൃഷ്ണകുമാറിനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാലും ഈ ദിയ കൃഷ്ണയായാലും അതേ കൂട്ട് തന്നെ പലവരും, ഹൻസിക കൃഷ്ണയായാലും എല്ലാവരും പേരിലായിരുന്നു ഇവരുടെ ഫാമിലിയിലുള്ളത്. ആകപ്പാട് ഇച്ചിരി ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടുള്ള രണ്ട് ആൾക്കാരായിരുന്നു. ഒന്ന് അഹാന കൃഷ്ണയും പിന്നെ രണ്ടാമതായിട്ട് ഇഷാനി കൃഷ്ണയും. ഇവർ രണ്ടുപേരും ഒഴിഞ്ഞു നിന്നായിരുന്നു. ഇപ്പോൾ ഏറിൽ കയറാൻ വേണ്ടി രണ്ടുപേരും തക്കത്തിൻ്റെ സംഭവങ്ങൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തു തരുമ്പോൾ ഏറി കയറ്റാതിരിക്കുന്നത് നമ്മൾ വലിയ പുണ്യാത്മാവൊന്നുമല്ല. ഇത്രയും സോഷ്യൽ മീഡിയയിലോട്ട് നെഗറ്റീവ് മെസ്സേജ്, അതേകൂട്ട് തന്നെ നാട്ടുകാർ, വ്യൂവേഴ്സ്, കുറച്ച് ആൾക്കാർ ഇവരെ കണ്ണടച്ച് വിശ്വസിച്ച് ആ ട്രസ്റ്റഡ് ആണ്, ഇവരുടെ ഒരു സംസാര ശൈലിയൊക്കെ കേട്ട് അവരുടെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെ കണ്ട് ഇവർ പറയുന്നതൊക്കെ നല്ലതെന്നും പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിച്ച് ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് ഇവരൊക്കെ മണ്ടന്മാരാണെന്നു നിങ്ങളുടെ വിചാരം? അല്ല, മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നാട്ടുകാരിലോട്ട് ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊടുക്കുകയാണ് ഇവരെല്ലാവരും ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കമ്മീഷൻ കിട്ടും, കാശ് കിട്ടും. അതിലോട്ടൊക്കെ നമുക്ക് വരാം. ആദ്യം തന്നെ നമ്മുടെ അഹാന കൃഷ്ണ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്ക്. അയ്യടാ, അയ്യോ, മനസ്സിലായല്ലോ എന്തോ സംഭവം. പ്രൊമോഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാം ഒരു അടിസ്ഥാനമാക്കിയുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതായത് ഇവരിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന ഒരു ഗ്ലൂട്ടാത്തോയാണ്. ഇവർ ഈ ഒരു കൊളാബ് ചെയ്ത് വെച്ചേക്കുന്ന പേജിൽ പോയി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1155 രൂപ ആമസോൺ വഴി നിങ്ങൾക്ക് ലഭിക്കും. അതല്ല, ഇതേ സൈറ്റിൽ കയറിയിട്ട് ഇത് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ 1300 തൊട്ട് 1400 രൂപ വരെ വില വരുന്നുണ്ട്. ഓരോ ദിവസം മാറി മാറി നിൽക്കും. 15 ഗുളിക, ഏകദേശം 15 ടാബ്ലറ്റ് ആണ് ഒരു ബോക്സിൽ വരുന്നത്. അതായത് 15 ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു 15 ദിവസം കൊണ്ട് തീരാവുന്നേ ഉള്ളൂ. എന്നും പറഞ്ഞ് 2 കുപ്പിയാണ് ഒരു മാസം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എത്ര രൂപ ലാഭം വരുന്നുണ്ട്? 1300 ഇൻറ്റു 2, 2600 രൂപയാണ് ഒരു മാസത്തേക്ക് ഈ ഒരു ഗ്ലൂട്ടാത്തോൺ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത്. പ്രൊമോഷൻ നമ്പർ 1. അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 30 സെക്കൻഡ് വീഡിയോയിൽ ഈ അഹാന കൃഷ്ണ ആഡ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്ലിക്സിൻ്റെ കമ്പനി ആയിട്ടുള്ള സെറം 899 രൂപയാണ് ഇതിന് വില വരുന്നത്. അതിനുശേഷം കഴിഞ്ഞിട്ടില്ല, അതിനുശേഷം തന്നെ ഫ്ലിക്സിന്റെ സെയിം കമ്പനി ആയിട്ടുള്ള കൊളാജൻ ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. 1245 രൂപയാണ് അതിന്റെ വില വരുന്നത്. അതിന്റെ കൂടെ ഗുവാ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊടുക്കുന്നുണ്ട്. അത് തേച്ചാൽ കുറച്ചും കൂടെ ബ്യൂട്ടി ആവും എന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഗുവാ മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീം കൊടുക്കുന്നുണ്ട്. അതിന് ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി 500 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട്. അതിന്റെ കൂടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഗ്ലോ ആവണം, റോളർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ റോളർ ആയിട്ടുള്ള വേറെ സംഭവം വരുന്നുണ്ട്. അതിനും വരുന്നുണ്ട് 500 രൂപ. എന്നോട് ക്ഷമിക്കണം, അതായത് ഈ ലേഡീസ് ഒക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കണ്ടതും കേട്ടതും വെച്ച് മനസ്സിലാക്കി പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞ കെമിക്കലാണ്. നമ്മൾ ഈ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഇതേക്കുള്ള ബ്യൂട്ടീഷ്യന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ ഏത് സംഭവമായാലും ഏത് മെഡിസിൻ ആയാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കെമിക്കൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇതിലോട്ടൊക്കെ വിടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറഞ്ഞതിന് നിങ്ങളുടെ ഒരു വ്യൂവർഷിപ്പ് സംഭവങ്ങളൊക്കെ വെച്ച് എങ്ങനെ പോലും ഒരു 10-300 പേരെങ്കിലും ഇത് ട്രൈ ചെയ്യും. അവരുടെയൊക്കെ ബോഡിക്ക് ഇത് കേടായിട്ടാണ് സംഭവിക്കേണ്ടത്. ആരൊക്കെ രോഗികളായി മാറിക്കഴിഞ്ഞാലും ആർക്കൊക്കെ എന്ത് അസുഖം പിടിച്ചു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കീശ നിറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി, ഈ ഒരു ഒറ്റ മൈൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇവർ അനിയത്തിയായിട്ടുള്ള ഇഷാനി കൃഷ്ണനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. ഇതൊന്ന് കണ്ടു നോക്ക്. Have you undergone glutathione treatment or taken glutathione through IV therapy? ഈ ഗ്ലൂട്ടാത്തിയോൺ സത്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ടാബ്ലറ്റ് ആണോ അല്ല ഇഞ്ചക്ഷൻ കുത്തുന്നതാണോ എന്ന് പോലും എനിക്ക് അറിയില്ല. പക്ഷെ കുറെ പേര് ചോദിക്കാറുണ്ട്. കാരണം ഇപ്പൊ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്നുള്ളൊരു ടേം കുറച്ച് കോമൺ ആണല്ലോ, ഒത്തിരി സ്ഥലത്ത് ചെയ്യാറുണ്ട്. അത് ചെയ്താൽ സ്കിൻ ലൈറ്റർ ആവും എന്നൊക്കെ പറയുന്നുണ്ട്.
നമ്മൾ ആരും എന്റെ ഫാമിലിയിൽ ആരും അതൊന്നും ചെയ്തിട്ടോ ഇല്ല, അതൊന്നും ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ഇതുവരെ. ബിക്കോസ് അതിന്റെ ഓ ആവശ്യം യാ, ചേച്ചിക്ക് അറിയത്ത് പോലുമില്ല അത് ടാബ്ലറ്റ് ആണെന്നോ ഇഞ്ചക്ഷൻ ആണോ വെടിവെച്ച് കയറ്റുന്നതാണോ ഒന്നും അറിഞ്ഞൂടെ ചേച്ചിക്ക്. ഗ്ലൂട്ടാത്തയോൺ എന്തോന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, ചേച്ചി കണ്ടിട്ടില്ലായിരിക്കും, ചേച്ചിയുടെ ഫാമിലിയിലുള്ളവർ ആരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. ഇതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ സ്വന്തം അഹാന കൃഷ്ണ വന്നിട്ട് ഇതിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ. അത് കണ്ടിട്ടില്ലേ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ പ്രൊമോഷൻ സംഭവങ്ങൾ ചെയ്യുന്നത്. ടാബ്ലറ്റിന്റെ പരസ്യം പ്രൊമോഷൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞത് എനിക്കെന്നല്ല എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്കും ഇന്നേ വരെ ഇതായിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ആയാലും ബ്യൂട്ടീഷ്യൻ പ്രോഡക്ട്സ് ആയാലും യൂസ് ചെയ്ത് പരിചയമേ ഇല്ല, എനിക്കിതുവരെ അറിയത്തില്ല. കുറേ ആളുകൾ വന്നിട്ട് എടുത്ത് എൻക്വയറി സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ സംഭവം എന്തുവാന്ന് പോലും എനിക്കറിയത്തില്ല എന്നാണ് ഇഷാനി കൃഷ്ണ പറഞ്ഞിട്ടുള്ളത്. ഇതേ സ്ഥലത്ത് തന്നെയാണ്. എന്തായാലും ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം, അതിന് ശേഷം കുറച്ചും കൂടെ പറയാനുണ്ട്. പറയാം. അല്ലാതെ ഇഞ്ചക്ഷൻ കുത്തിയോ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, നമ്മൾ ആരും ചെയ്തിട്ടില്ല. അതിപ്പോ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം ഫെയർ സ്കിൻഡാണ്, അത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതിപ്പോ കാണുമ്പോ തന്നെ അറിയാമല്ലോ, ജനറ്റിക്കലി കിട്ടിയതാണ്, അല്ലാതെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഹോം റെമഡീസ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല. വീല് കൊണ്ടാൽ ഞാൻ കുറച്ച് ടാൻ ആവും, കുറച്ച് നാൾ വീട്ടിൽ ഇരുന്ന് അത് തിരിച്ചു വരും, ദാറ്റ്സ് ഇറ്റ്. പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് എൻഹാൻസ് ചെയ്യുമ്പോൾ കുഞ്ഞില് മേക്കപ്പ് ഇടാറില്ല. ഓ അതെ, ചേച്ചി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും പരിചയപ്പെടാറുണ്ട്. അതായത് യൂട്യൂബ് ചാനലിൽ നിരവധി വീഡിയോസ് സംഭവങ്ങൾ ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇടാറുണ്ട്. അതുപോലെ ഇവരുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറിനെ നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ ടോൺ സംഭവങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല വെളുത്തത് തന്നെയാണ്. അപ്പോൾ ജനറ്റിക്കായിട്ട് കൈമാറി പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നൊരു സംഭവം തന്നെയാണ് ഇവരുടെ കളർ എന്നാണ് നമ്മുടെ ഇഷാനി കൃഷ്ണ പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ല വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ടാൻ സംഭവങ്ങളൊക്കെ അടിച്ച് കറക്കുക തന്നെ ചെയ്യും. AC-യിൽ കുറച്ച് ദിവസങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് പഴയത് കൂട്ട് തന്നെ വെളുത്ത് സ്കിൻ ടോണൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുമെന്നാണ് ഇഷാനി കൃഷ്ണ പറഞ്ഞിട്ടുള്ളത്. ഇതേ ചേച്ചി തന്നെ ഇനി പ്രൊമോഷൻ നടത്തി കഴിഞ്ഞാലോ, അതായത് ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞത് ഞാൻ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഇനിയിപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ഒരു ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തോ പറഞ്ഞത് ഗ്ലോ ആയിക്കോളും ബ്രൈറ്റ് ആയിക്കോളും എന്നാണ്. അതായത് ഉള്ളിലോട്ട് ഇപ്പം നേരത്തെ ഈ പുള്ളിക്കാരുടെ ചേച്ചി ആനകൃഷ്ണ ചെയ്തിട്ടുള്ളത് കൂട്ടുള്ള ഗുളികയും സംഭവങ്ങളും ഇഞ്ചക്ഷനും ഒന്നും ചെയ്യാറില്ല എന്നാണ് നമ്മുടെ ഇഷാനി കൃഷ്ണ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമാണ് സുഹൃത്തുക്കളെ. സെക്കൻഡ് പാർട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്വന്തം എന്തോ പറയുന്നത് നന്മമരമായിട്ടുള്ള ഇഷാനി കൃഷ്ണ ചെയ്യുന്നുണ്ട്. അതും കൂടെ കണ്ടു നോക്കിക്കേ. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഒരു പ്രോപ്പർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്താലും നമ്മുടെ സ്കിൻ അവസാനം വളരെ ഡൾ ആൻഡ് ടയർഡായിട്ട് തന്നെ ഇരിക്കും. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഒരു പക്ഷേ നമ്മൾ സ്കിന്നിൻ്റെ പുറത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമായിരിക്കില്ല കാര്യം, നമ്മൾ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ടു നറിഷ് ഫ്രം വിത്തിൻ എന്നുള്ളതിലും കൂടെ കാര്യം കാണില്ലേ. Wellbeing Nutrition's Korean Marine Collagen combines the world's finest type 1 and 3 collagen peptides, nano-hydrolyzed to absorb 5 times better. പക്ഷേ വെയിറ്റ്, ശരിക്കും ഈ നാനോ ഹൈഡ്രോലൈസ്ഡിന്റെ അർത്ഥം എന്താണ്? ഓ മൈ ഗോഡ്, പ്രൊമോഷൻ കിട്ടാത്തപ്പോൾ ചേച്ചിക്ക് പ്രൊമോഷനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു സമയത്ത് ചേച്ചി പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് പ്രൊമോഷൻ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാറില്ല. പക്ഷെ പ്രൊമോഷൻ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം, എൻ്റെ മുഖം ബ്ലാക്ക് ആയിട്ടിരിക്കുകയാണ്, ഞാനിത് പുരട്ടിയതിന് ശേഷം എൻ്റെ മുഖത്തിലെ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് പ്രൊമോഷൻ ചെയ്ത് ഇഷാനി കൃഷ്ണ വന്നിരിക്കുകയാണ്. ഇരട്ടത്താപ്പ് നമ്മൾ ബിഗ് ബോസിന്റെ ഫാസ്റ്റ് പറഞ്ഞ ഇരട്ടത്താപ്പ് സംഭവങ്ങളാണ്. ചേച്ചി ആയാലും ചേച്ചി അഹാന കൃഷ്ണയായാലും അനിയത്തി ഇഷാനി കൃഷ്ണയായാലും ഇവരുടെ ഫാമിലി മൊത്തവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയറിൽ നിന്ന് എയറിലേക്ക് ഡേ ബൈ ഡേ കയറിക്കൊണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ വലിയ പൂജ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്തന്നെ ചോദിക്കുക, എന്ന് നോക്കിയാലും സോഷ്യൽ മീഡിയ നോക്കിയാലും നിങ്ങളുടെ ഫാമിലി മൊത്തം എയറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒന്ന് താഴെ ഇറങ്ങി കാണാൻ വേണ്ടി ഞങ്ങൾ വ്യൂവേഴ്സിനൊക്കെ ആകാംക്ഷയുണ്ട്. ചേച്ചിമാരെ നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കില്ല കേട്ടോ. ഞങ്ങൾ ഡെയിലി കാണുന്ന വ്ളോഗ് സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഒരിടത്ത് വന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ വന്ന് കിടന്ന് ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്നിട്ട് ആൾക്കാരുടെ കണ്ണും മൂടിപ്പിച്ച് കാണിക്കുന്ന രീതിയിലുള്ള കള്ളങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ബ്യൂട്ടി വ്ളോഗിങ്ങും സംഭവങ്ങളും ഡേ ബൈ ഡേ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്കെ പ്രൊമോഷൻ ചെയ്തോ, നിങ്ങൾ വ്ളോഗേഴ്സ് ആകുമ്പോൾ നിങ്ങളുടെ വരുമാനം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊമോഷൻ വഴിയൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സിനെ ചതിക്കാതെ ആത്മാർത്ഥമായിട്ടൊരു വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയതിന് ശേഷം ആൾക്കാർക്ക് ഒരു കുഴപ്പവും വരുത്തില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ പ്രോഡക്റ്റ് ചെയ്യാവൂ. നിങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള സാമ്പത്തികം ഉണ്ട്. അപ്പോൾ പിന്നെ ആൾക്കാരെ പറ്റിച്ച് കാശ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. അപ്പോൾ പിന്നെ എനിക്ക് കാശ് കിട്ടിയാൽ മതി, ആരൊക്കെ രോഗികളായാലും ഒരു കുഴപ്പമില്ല, എന്ത് പന്ന പ്രോഡക്റ്റ് കിട്ടിയാലും ഞാൻ പ്രൊമോഷൻ ചെയ്യും എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി ഗ്ലൂട്ടാത്തയോണിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അത് ഈ ഒരു സംഭവം ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. വയറുവേദന തൊട്ട് ഈ പല സംഭവങ്ങളാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സിനെ പച്ചക്ക് ചതിക്കാൻ നാണമുണ്ടോ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഈ ഒരു സംഭവം പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞ് എന്തോത്തിനാണ് ഈ ചാനൽ തുറന്നുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം പ്രതികരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ
വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, കുറേ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും. അപ്പോൾ പിന്നെ ആൾക്കാരെ കണ്ണടച്ച് പറ്റിപ്പിക്കാതെ ഇനിയെങ്കിലും നല്ല പ്രൊമോഷനൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം. പ്രൊമോഷനൊക്കെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ വരുമാനം ഇതിൽ കൂടിയാണ്, എല്ലാം നമുക്കറിയാം. നല്ല പ്രോഡക്റ്റിൻ്റെ ചെയ്യൂ, ആൾക്കാർക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ചെയ്യൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇത് കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി, എന്തായാലും പ്രതികരിച്ചപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ കൂടും, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് റിയാക്ഷൻ ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്തൊക്കെ അപ്പോൾ നല്ല ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാൻ പറ്റുന്നത് നല്ല ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.